ഹായ് ഗെയ്സ്, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇതിത്തിരി നേരത്തെ പറയേണ്ടതായിരുന്നു. ഓക്കെ, ഇത്തിരി ലേറ്റായി. എന്നാൽ ഞാനിപ്പോൾ പറയുന്നു ശുഭദിനം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഹരിതകർമ്മസേനയെക്കുറിച്ചാണ്. അതായത് നമുക്കെല്ലാം അറിയാമല്ലോ, ഹരിതകർമ്മസേനയെക്കുറിച്ച് നമ്മൾക്കെല്ലാം അറിയാമല്ലോ. യൂസർ ഫീ എന്ന പേരിൽ 50 രൂപ പഞ്ചായത്തുകളിലാണ് 50 രൂപ ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഈടാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇത് എല്ലാ ഭവനങ്ങളിൽ നിന്നും ഈ 50 രൂപ വാങ്ങിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇതെനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണ്. ചിലയിടത്ത് പറയുന്നുണ്ട് ഈ 50 രൂപ പഞ്ചായത്തുകളിലാണെങ്കിലാണ് 50 രൂപ. ഈ 50 രൂപ എല്ലാ മാസവും കൊടുക്കണമെന്നാണ് ഹരിതകർമ്മസേന ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. എല്ലാ മാസവും 50 രൂപ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് എല്ലാ വീടുകളിൽ നിന്നും ഇവർ കളക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഉള്ള കാര്യം എനിക്ക് ഡൗട്ടാണ്. അതായത് ഇവർ ഇവിടെ വന്ന് പറയുന്നു, അതായത് എൻ്റെ വീട്ടിൽ വന്ന് പറയുകയാണ് 50 രൂപ എല്ലാ മാസവും അവർക്ക് കൊടുക്കണമെന്ന്. പക്ഷേ ഇവർ എല്ലാ വീടുകളിലും ചെന്ന് ഇത് നിർബന്ധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ്. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോഴും നമ്മൾ പുറത്തുള്ളവരാണ്, നമ്മളിവിടെയുള്ളവരല്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാ മാസവും 50 രൂപ കൊടുക്കണമെന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ നിരീക്ഷിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഇവർ എല്ലാ ഭവനങ്ങളിലും കയറുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവർ ഇവിടെ വന്ന് ഇത് പറയുന്നു. പക്ഷെ ഞാനിവർ പോകുന്നതൊക്കെ ശ്രദ്ധിച്ചപ്പോൾ ഇവർ പല വീടുകളിൽ ഇവർ കയറാതെ പോകുന്നുണ്ട്. പിന്നെ വേറെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, സാധാരണ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു ദിവസമാണല്ലോ വീടുകളിൽ വരുന്നത്. ഇപ്പോഴും ഞാൻ ഇവിടെ വീട് വാടകയ്ക്കെടുത്തിട്ട് ഒരു 3 മാസം ആകാൻ പോകുന്നതേ ഉള്ളൂ. അതായത് ഞാനിവിടെ വന്ന് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇവിടെ വന്നു. പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിവിടെ വന്നിട്ട് 2 ആഴ്ച ആയതേ ഉള്ളൂ, ഞങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ ഇവർ പറയുകയാണ് ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചേക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ, ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചേക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഇവർ വരികയാണ് പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന് ചോദിച്ച്. അപ്പം ഞാൻ വിചാരിക്കുകയാണ് സാധാരണ മാസം തോറുമാണ് എല്ലാ വീടുകളിലും ഇവർ കയറുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് ഒരു മാസത്തിൽ 2 പ്രാവശ്യമായിട്ട് ഇവർ അടുപ്പിച്ച് വന്നു. എന്നിട്ട് ഇവർ പറയുകയാണ് ഇങ്ങനെ യൂസർ ഫീ ഉണ്ട്, 50 രൂപ വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക് ആയിട്ടില്ല, പ്ലാസ്റ്റിക് ആകുമ്പോൾ തരാമെന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ അവർ നെക്സ്റ്റ് മന്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക് ആകുമ്പോൾ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറയുകയാണ് പ്ലാസ്റ്റിക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 50 രൂപ തരണമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്തവർ എന്തിനാണ് പൈസ തരുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു അങ്ങനെയാണ്, പ്ലാസ്റ്റിക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 50 രൂപ തരണം എന്ന്. പക്ഷെ ഇവർ തിരിച്ചു പോകുമ്പോൾ ഞാൻ നിരീക്ഷിച്ച ഒരു കാര്യം, ഇവർ എല്ലാ വീടുകളിലും കയറുന്നില്ല. ഇവർ ചില വീടുകളിൽ മാത്രമാണ് ഇവർ കയറുന്നത്. ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്ന് ഇവർ ഒരു മാസം 2 പ്രാവശ്യം വന്ന് പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന് ചോദിച്ച് വന്നു. പിന്നെ നെക്സ്റ്റ് മന്ത് വന്ന് പറഞ്ഞു നിർബന്ധമായിട്ടും യൂസർ ഫീ തരണം, നിർബന്ധമായും യൂസർ ഫീ തരണം എന്നിവർ പറഞ്ഞു. പക്ഷേ ഇവർ തിരിച്ചു പോകുമ്പോഴും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഇവർ പല വീടുകളിലും കയറാതെയാണ് പോകുന്നത്. അപ്പോൾ ഈ നിയമം ചിലർക്ക് മാത്രമാണോ ഈ നിയമമുള്ളത്? അതായത് ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് എല്ലാ മാസവും യൂസർ ഫീ കൊടുക്കണം എന്നുള്ളത് ചില ആൾക്കാർക്ക് മാത്രമാണോ ബാധകമായിട്ടുള്ളത് എന്നാണ്. അതാണ് എനിക്ക് അറിയേണ്ടത്. അതായത് ഒരു നിയമം വന്നാൽ അത് എല്ലാവർക്കും ബാധകമല്ലേ. ഇപ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ആരെന്നോ പിന്നെ ഒരു വേർതിരിവുമില്ലാതെ എല്ലാവരും സാധനങ്ങൾ വാങ്ങിക്കുന്നു അല്ലേ. എല്ലാത്തിനും പ്ലാസ്റ്റിക് കാണും അല്ലേ, അങ്ങനെയാണല്ലോ. പക്ഷെ ഞാൻ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്
അതായത് ഇവർ ഒഴിവാക്കിയിട്ടുള്ളത്, അതായത് ഏറ്റവും ദരിദ്രരും അഗതികളുമായിട്ടുള്ളവരെ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. ഏറ്റവും ദരിദ്രർ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവർ കയറാതെ പോകുന്ന വീടുകളെന്ന് പറയുന്നത് അങ്ങ് വലിയ ദരിദ്രരായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല, അവിടെയൊന്നും ഇവർ കയറാറില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് ഇവർ നിർബന്ധപൂർവ്വം ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്, യൂസർ ഫീ തരണം, എല്ലാ മാസവും 50 രൂപ തരണം, എല്ലാ മാസവും 50 രൂപ തരണം എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു, പ്ലാസ്റ്റിക് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് തരുന്നത്? പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ തരാം, പ്ലാസ്റ്റിക് ആകട്ടെ അപ്പോൾ തരാം, 50 രൂപയും തരാം. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പല വീടുകളിലും അന്വേഷിച്ചു. അപ്പോൾ ഞാൻ പല വീടുകളിലും അന്വേഷിച്ചപ്പോൾ പലരും 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴൊക്കെയാണ് ഈ യൂസർ ഫീ കൊടുക്കുന്നത്, അവർ പ്ലാസ്റ്റിക്കുകൾ കൊടുക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ സംസാരിച്ചിട്ടുള്ള പലരും, ഞാൻ ഇവിടെ അടുത്തുള്ള വീടുകളൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ ഇവിടെ അടുത്തുള്ള പല വീടുകളിൽ ഇവർ കയറാതെ പോകുന്നത് ഞാൻ കണ്ടു. അപ്പോഴും ഞാൻ പല എനിക്ക് പരിചയമുള്ള പല വ്യക്തികളടുത്തും ഞാൻ അന്വേഷിച്ചു. അതായത് ഇവിടെ അടുത്തുള്ള വീടുകളല്ല ഞാൻ അന്വേഷിച്ചത്, എനിക്ക് പരിചയമുള്ള പല ആൾക്കാരുടെ അടുത്തും ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ചിലപ്പോൾ 2 മാസം കൂടിയിരിക്കുമ്പോൾ കൊടുക്കും, അല്ലെങ്കിൽ 3 മാസം കൂടിയിരിക്കുമ്പോൾ കൊടുക്കും, ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. ഞങ്ങൾക്ക് എല്ലാ മാസമൊന്നും കൊടുക്കാനില്ല എന്ന് അവർ പറഞ്ഞു. ഈ പറയുന്നതും അങ്ങ് ദാരിദ്ര്യത്തിലായ ആൾക്കാരോ ഒന്നുമല്ല, അവർ നല്ല സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, ആവശ്യത്തിന് പൈസയ്ക്കുള്ള ആൾക്കാരാണ്. എന്നാൽ പോലും അവർ പറഞ്ഞത് ഞങ്ങൾ 2 മാസം കൂടിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടിയിരിക്കുമ്പോഴാണ് ഈ യൂസർ ഫീ കൊടുക്കുന്നതും ഞങ്ങളുടെ കയ്യിൽ എന്താണോ പ്ലാസ്റ്റിക് ഉള്ളത് അത് കൊടുക്കുന്നതും, അല്ലാതെ എല്ലാ മാസമൊന്നും ഞങ്ങൾ കൊടുക്കാറില്ല എന്ന്. പക്ഷേ ഇവർ ഇവിടെ വന്ന്, ഞാൻ താമസിക്കുന്ന അടുത്ത് വന്ന് ഇവർ എല്ലാ മാസവും ഇത് കൊടുക്കണം, യൂസർ ഫീ കൊടുക്കണം എന്നിവർ പറയുന്നുണ്ട്. അപ്പോഴേ ഈ ഒരു തരംതിരിവ്, അതായത് ഈ ഒരു വേർതിരിവ്, ഇത് വാടകയ്ക്ക് താമസിക്കുന്നവരോട് മാത്രമാണോ ഇങ്ങനെ കാണിക്കുന്നത് എന്നെനിക്കറിയില്ല. വാടകയ്ക്ക് താമസിക്കുന്നത് കൊണ്ടാണോ അവരിങ്ങനെ കാണിക്കുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവർ എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. അതായത് എല്ലാ മാസവും 50 രൂപ കൊടുക്കണം, 50 രൂപ കൊടുക്കണം എന്നുള്ള രീതിയാണ് ഇവർ പറയുന്നത്. അപ്പോഴും പക്ഷേ എനിക്ക് പരിചയമുള്ള പലരോടും തിരക്കിയപ്പോൾ അവരാരും അങ്ങനെ മാസം തോറും യൂസർ ഫീ 50 രൂപ അങ്ങനെ കൊടുക്കാറില്ല. ഇവർ 2 അല്ലെങ്കിൽ 3 മാസം കൂടിയിരിക്കുമ്പോൾ ഇവരുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക്കുകൾ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുത്തതിന് ശേഷം അവർ 50 രൂപ കൊടുക്കുന്നു, അല്ലാതെ എല്ലാ മാസവും ഇങ്ങനെ കൊടുക്കാറില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമല്ലേ? അത് ഒരു നാട്ടിൽ വന്ന് വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരെ മനഃപൂർവ്വം ഫോഴ്സ് ചെയ്ത് യൂസർ ഫീ കൊടുക്കണം എന്ന് ഹരിതകർമ്മസേനാംഗങ്ങൾ പറയുന്നു. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതായത് ആ നാട്ടിലെ തന്നെ അവർക്ക് പരിചയമുള്ള പല വീടുകളിലും കയറാതെ വാടകയ്ക്ക് താമസിക്കുന്ന നമ്മുടെ വീട്ടിൽ വന്ന് ഇത് ഫോഴ്സ് ചെയ്ത് നിർബന്ധപൂർവ്വം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു, നമ്മൾ കൊടുക്കണം എന്ന് പറയുന്നു. അപ്പം അതിലെ ന്യായം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിലെ ന്യായം, ഇപ്പം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയല്ലേ, എല്ലാവരും ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്, എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നു അല്ലേ? അപ്പോൾ നിയമം എല്ലാവർക്കും ബാധകമാണ് അല്ലേ? അപ്പോൾ ഒരു നാട്ടിൽ വന്ന് വാടകയ്ക്ക് താമസിക്കുന്നവരടുത്ത് വന്ന് നിങ്ങൾ മസ്റ്റായും നിങ്ങൾ യൂസർ ഫീ കൊടുക്കണം എന്ന് ഫോഴ്സ് ചെയ്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. പക്ഷേ അവർ വളരെ കാർക്കശ്യത്തോടെയാണ് അവർ സംസാരിക്കുന്നത്, അവർ അങ്ങനെയാണ് പെരുമാറുന്നത്. പക്ഷേ ഇവർ പോകുന്നതെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവർ എവിടെ നിന്നാണ് വരുന്നത്, ഏത് ദിക്കിൽ നിന്നാണ് വരുന്നത്, ഇവർ എങ്ങോട്ടാണ് പോകുന്നത്, ഇവർ ഏതൊക്കെ വീടുകളിൽ കയറുന്നുണ്ട് എന്നൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഇവർ വേറെ എവിടെയും ചെന്ന് പറയാത്ത സംസാരങ്ങളാണ് ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്ന് ഇവർ സംസാരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോഴും ഇങ്ങനെ ഒരു സംഭവം അവരുടെയൊന്നും അടുക്കലില്ല എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ഒരു ധാരണ ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് എനിക്കിനി പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ട് എനിക്കിതിനെക്കുറിച്ച് ചോദിക്കാനുണ്ട്. കാര്യം ഇങ്ങനെയൊരു നിയമം ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും ബാധകമല്ലേ? ഇപ്പം അഗതികൾക്കും തീരെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എങ്ങനെയുള്ളവരാണ്, പോട്ടെ, അവരുടെ കാര്യം വിട്ടേക്കൂ, അവർക്ക് കൊടുക്കണ്ട എന്നാണ് നിയമം, ഓക്കെ. പക്ഷേ നമ്മളുടെ ചുറ്റുവട്ടത്ത് അങ്ങനെ അഗതികളും ദരിദ്രരുമായവരൊന്നും അങ്ങനെയില്ല. പക്ഷേ ഇവർ നമ്മുടെ വീട്ടിൽ മാത്രം വന്ന് ഇങ്ങനെ നിരന്തരം മാസത്തിൽ 2 തവണ വരുന്നു, പിന്നെ അടുത്ത മാസം വരുന്നു, പ്ലാസ്റ്റിക് ഇല്ലെങ്കിലും നിങ്ങൾ തരണമെന്ന് പറയുന്നു. ഇതൊക്കെ ആരുടെ ബലത്തിലാണ് ഇവർ സംസാരിക്കുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. ഇവർ ആരുടെ ബലത്തിലാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ആരുടെ
താങ്ങിലാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിവില്ല. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടാനായിട്ട് എന്നെ പ്രചോദിപ്പിച്ചത്. ഇത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, പക്ഷേ ഈ ഒരു കാര്യം അല്ലേ, ഞാൻ ഈ ഫേസ് ചെയ്തൊരു കാര്യം എനിക്കിവിടെ ഇടാനായിട്ട് തോന്നി. അതുകൊണ്ട് ഇതിനു വേണ്ടി ഒരു വീഡിയോ ചെയ്തു. ഞാനിപ്പോഴും ഇങ്ങനെ അതിനെക്കുറിച്ച് ഇനി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. അതായത് ഇവരുടെ ഈ തരംതിരിവ്, അതായത് മറ്റുള്ള നാടുകളിൽ നിന്നും വന്ന് വാടകയ്ക്ക് താമസിക്കുന്നവരുടെ വീട്ടിൽ വന്ന് നിങ്ങൾ മസ്റ്റായിട്ടും യൂസർ ഫീ കൊടുക്കണം, മറ്റുള്ള വീട്ടുകാരെ ഇതിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾ യൂസർ ഫീ കൊടുക്കണം, പ്ലാസ്റ്റിക് ഇല്ലേലും കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇവർ എല്ലാ വീടുകളിലും കയറി ഇത് പറയണ്ടേ? എന്തുകൊണ്ട് നമ്മുടെ അടുത്ത് മാത്രം വന്ന് ഇത്ര മോശമായ രീതിയിൽ ഇവർ സംസാരിക്കുന്നു? നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമല്ലേ? അല്ലേ? നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് അല്ലേ? ഓക്കെ, അഗതികൾ, ദരിദ്രർ, ഒറ്റപ്പെട്ടു പോയവർ, ഇവർക്കൊന്നും കൊടുക്കണ്ട. ഓക്കെ, ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്തൊന്നും അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ല ഞാൻ നോക്കിയിട്ട്. അപ്പോഴേ ഇത് എൻ്റെ മനസ്സിൽ കടന്നുകൂടിയ ഒരു ചിന്താഗതിയായിരുന്നു. നിങ്ങളുമായിട്ട് ഇത് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചു. ഓക്കെ, താങ്ക് യു.